മരിച്ചുപോയ അച്ഛന്റെ കുഴിമാടത്തിനരികെ തന്നെയാണ് ആ 1.5 വയസ്സുകാരൻ കുഞ്ഞു കണ്ണനും ഇന്നുറങ്ങുന്നത്. ഇന്നലെ രാത്രി ഇവിടെയാണ് കണ്ണനെ സംസ്കരിച്ചത്. കണ്ണൂസ് എന്നാണ് ആ വീട്ടുകാര് അവനെ സ്നേഹത്തോടെ കൊഞ്ചിച്ച് വിളിച്ചിരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയുള്ളത്, അതായത് തൊട്ട് ചേർന്ന് അച്ഛനരികെ തന്നെ ആണ് കുഞ്ഞും ഉറങ്ങുന്നത്. തൊട്ട് ചേർന്നുള്ള കുഴിമാടം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ അഖിലിന്റെയാണ്. 2 വർഷം മുമ്പ് മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛന്റെ കുഴിമാടമാണ് ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത്. അഖിലിന്റെ ഈ കുഴിമാടത്തോട് ചേർന്ന് കാണുന്ന മറ്റൊരു കുഴിമാടം എന്ന് പറയുന്നത് ഇത് അഖിലിന്റെ സഹോദരിയുടെ കുഴിമാടമാണ്. അഖിലും അഖിലയും ഇരു സഹോദരങ്ങൾ രണ്ടുപേരും ജീവനൊടുക്കിയതാണ്. അപ്പം അച്ഛന്റെ സഹോദരിയുടെയും കുഴിമാടത്തോട് ചേർന്നാണ് ഈ കുഞ്ഞിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞിനെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഖില് ജീവനൊടുക്കുന്നത്. അന്നു മുതൽ അമ്മയുടെ വീട്ടിലായിരുന്നു കുഞ്ഞ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛന്റെ സമീപത്ത് തന്നെ കുഞ്ഞിനെ അടക്കണം എന്നുള്ളത് അച്ഛന്റെ വീട്ടുകാരുടെയും ഒക്കെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മയുടെ വീട്ടുകാരും ഒക്കെ അതിന് സമ്മതിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഈ അഖിലയും അതുപോലെ തന്നെ അഖിലും, ഈ കുഴിമാടത്തിൽ ഉറങ്ങുന്ന അഖിലും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അവരുടെ സ്നേഹത്തിലുണ്ടായ കുഞ്ഞാണ് ഈ കുഞ്ഞ് കണ്ണൂസ്. പക്ഷേ ഈ കുഞ്ഞിനെ അഖില ഗർഭിണിയായിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് അഖില് ജീവനൊടുക്കുന്നത്. അന്നു മുതൽ മരിച്ചുപോയ അച്ഛന്റെ കുഴിമാടത്തിനരികെ തന്നെയാണ് ആ 1.5 വയസ്സുകാരൻ കുഞ്ഞു കണ്ണനും ഇന്നുറങ്ങുന്നത്. ഇന്നലെ രാത്രി ഇവിടെയാണ് കണ്ണനെ സംസ്കരിച്ചത്. കണ്ണൂസ് എന്നാണ് ആ വീട്ടുകാര് അവനെ സ്നേഹത്തോടെ കൊഞ്ചിച്ച് വിളിച്ചിരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയുള്ളത്, അതായത് തൊട്ട് ചേർന്ന് അച്ഛനരികെ തന്നെ ആണ് കുഞ്ഞും ഉറങ്ങുന്നത്. തൊട്ട് ചേർന്നുള്ള കുഴിമാടം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ അഖിലിന്റെയാണ്. 2 വർഷം മുമ്പ് മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛന്റെ കുഴിമാടമാണ് ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത്. അഖിലിന്റെ ഈ കുഴിമാടത്തോട് ചേർന്ന് കാണുന്ന മറ്റൊരു കുഴിമാടം എന്ന് പറയുന്നത് ഇത് അഖിലിന്റെ സഹോദരിയുടെ കുഴിമാടമാണ്.